അപ്പോൾ ഇന്നാണ് ഗൈസ് എനിക്ക് അവാർഡ് കിട്ടുന്ന ഒരു ദിവസം. അവാർഡ് കിട്ടുക എന്നതിലുപരി എനിക്ക് എൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന് എനിക്ക് കിട്ടുന്ന അംഗീകാരം അതെനിക്ക് ഒരുപാട് പ്രഷ്യസാണ്. അപ്പോൾ ഇന്ന് 6:45 ഒരു സമയം പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ഏകദേശം 6:30 എടുക്കാറായി. ഞങ്ങൾ ഇറങ്ങിയതാണ്. അപ്പോൾ എല്ലാവരുടെ അനുഗ്രഹം ഉണ്ടാകണം. ബാക്കി പറ്റുന്ന പോലൊക്കെ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാം കേട്ടോ. Born to lead M.K. Udan and Mrs. Alice, her journey is marked by dedication and passion. A qualified nurse, she has worked as a staff nurse at Yashoda Hospital, Hyderabad, and as a nursing tutor at Mahatma Gandhi College, Bengaluru. She resides in Payapadi near Puduppally with her loving family. She is the wife of Anu Verghese, a talented video editor and the mother of Jordan Adam Anu. As a convincing social media influencer, she has made a significant impact. Her versatility and charisma has earned her recognition, and we are honored to present her with the Media Influencer Award. Please join us in congratulating the amazing personality, Mrs. Meenu Udan. Social Media Influencer Award, Mrs. Meenu. Now is Socially Committed Media Person Award, Mr. Biju. എല്ലാവർക്കും എന്നെ പരിചയമുള്ളത് എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ നോക്കിയിട്ട് എനിക്കറിയാവുന്ന കുറേ പേര് ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ നിഷിച്ചേട്ടൻ എൻ്റെ ഹസ്ബൻഡ് വീഡിയോ എഡിറ്ററാണ്. അപ്പോൾ ഇവർക്ക് തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. പിന്നെ ഐശ്വര്യ ചേച്ചി, സുന്ദേശ് ചേട്ടൻ, വിനോദേട്ടൻ, അങ്ങനെ എനിക്ക് ഒട്ടുമുക്കാൽ എല്ലാവരും പേർക്കും എന്നെ അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. എന്നാലും അറിയാൻ മേലാത്തവർക്ക് ഞാൻ പറയാണ്, എൻ്റെ പേര് മീനു. എൻ്റെ സ്വന്തം പേരിലും അതുപോലെ എൻ്റെ നാടിലുമാണ്. ഞാൻ ഏത് പ്രദേശത്ത് എന്നാലും ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു എന്താ പറയുക, ഒരു അഭിമാനം തോന്നുക. കാരണം ഒന്ന്, എൻ്റെ പേര് മീനു ഉതുപ്പെന്നാണ്. എൻ്റെ ഫാദറിൻ്റെ പേര് ഉതുപ്പെന്നാണ്. അപ്പം ഞാൻ വർക്ക് ചെയ്തതും പഠിച്ചത് ഹൈദരാബാദാണ്, ജോലി ചെയ്തത് ബാംഗ്ലൂരാണ്. അപ്പൊ അവിടെയൊക്കെ ചെല്ലുമ്പോഴും പേരെഴുതിക്കുമ്പോൾ മീനു ഉതുപ്പെന്ന് പറയുമ്പോൾ നേരെ പോകുന്ന ഉഷ ഉതുപ്പിലേക്കാണ്. അതുപോലെ സ്ഥലം ഏതാന്ന് ചോദിക്കുമ്പോൾ കോട്ടയം പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയത്ത് എവിടെയാ? പുതുപ്പള്ളി. പുതുപ്പള്ളി പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പോകുന്നത് എങ്ങോട്ടാ? ഉമ്മൻചാണ്ടി സാറ്. അപ്പോ ഈ പുതുപ്പള്ളിയും ഉതുപ്പുമാണ് എന്നെ ആദ്യമായിട്ട് ഒരു അഭിമാനത്തിലേക്ക് കൊണ്ടുവന്നത്. പിന്നെ എനിക്ക് ഈ എൻ്റെ നാട്ടിൽ നിന്ന് തന്നെ, ഞാൻ ജനിച്ചു വളർന്ന ഈ ഒരു നാട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു അവാർഡ് എന്നതിലുപരി ഒരു അംഗീകാരം തന്നതിൽ എന്തുകൊണ്ടും JCI കുടുംബത്തോട് എന്നും എന്താ പറയുക, എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്. ഇവിടുന്ന് നിങ്ങൾ എനിക്ക് ഇങ്ങനെ ഒരു അവാർഡ് തന്നത്, അത് അവാർഡിന്റെ വലിപ്പം അല്ലെങ്കിൽ ആര് തന്നു അതല്ല, എൻ്റെ സ്വന്തം നാട്ടിൽ നിന്നല്ല എനിക്കൊരു അംഗീകാരം കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടും സന്തോഷമുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് എന്നെ ആക്കിയില്ല. അതുപോലെ ജിവിചേട്ടൻ എന്നെ ഇതിന് മുന്നേയും JCIയുടെ ഒരു പ്രോഗ്രാമിന് എന്നെ ക്ഷണിച്ചിരുന്നു. പക്ഷെ എനിക്ക് ആ സമയത്ത് വരാൻ പറ്റിയില്ല. ഞാൻ ഒരു മീറ്റ്, ഇപ്പൊ നമ്മൾ ഏതൊരു കാര്യത്തിലേക്കും ചാടി ഇറങ്ങുമ്പോൾ നമ്മളെ പുറകോട്ട് വലിക്കാൻ ആൾക്കാർ ഇഷ്ടംപോലുണ്ട്. എനിക്ക് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് അവാർഡാണ് തന്നെന്ന് പറയുമ്പോൾ ലുലുവിന്റെ കാര്യം സാറ് പറഞ്ഞോണ്ട് ഞാൻ പറയാണ്. ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയത് മോട്ടിവേഷൻ ടോക്കിലാണ് എനിക്ക് മില്യൺ വ്യൂസ് വന്നത്. പിന്നെ ഈ പ്രൊമോഷൻ ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, ഏതൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസും മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ കടക്കാരെ നമ്മളെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യും, ഞങ്ങളുടെ ബിസിനസ് ഒന്ന് പൊക്കി തരാമോ എന്ന് ചോദിച്ച്. അപ്പൊ അങ്ങനെ ആണെങ്കിൽ പോലും നമ്മൾ അത് ഏറ്റെടുക്കുമ്പോഴത്തേന് ഇപ്പൊ ഒരു ഫുഡ് ആണേലും ഒരു ഡ്രസ്സ് ആണേലും അത് നമ്മൾ ഉപയോഗിച്ചിട്ട് കുഴപ്പമില്ല എന്ന് തോന്നി കഴിഞ്ഞാലാണ് നമ്മൾ അതിന്റെ പോസിറ്റിവിറ്റി അതിന് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ വർക്ക് എടുക്കുള്ളൂ. നമ്മൾ അതിന് മേടിക്കുന്ന പൈസക്ക് നമ്മൾ തിരിച്ച് ഉള്ളത് കൊടുക്കണം എന്നുള്ളതാണ് കറക്റ്റാണ്. പക്ഷെ ഒരു ഫുഡാണെങ്കിലും കഴിച്ചിട്ട് അതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കത്തില്ല, ആ വീഡിയോ തന്നെ ഡിലീറ്റ് ചെയ്യാറുണ്ട്. ഇവന്റെ ആണെങ്കിലും ഞങ്ങളും ബ്ലോക്കിൽപ്പെട്ടാ പോയത്. കാറിൽ പോകുന്നവര് എത്ര നേരം എടുത്താലും ചെല്ലിയാലും പാതിരാത്രി ആയാലും വീട്ടിൽ വരത്തില്ല. അവിടെ ചെന്ന് കഴിഞ്ഞായിട്ടുള്ള ക്യൂവും അപാര. പക്ഷെ ഞങ്ങൾ പോയത് 2 വീലർ ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്തു. അതുകൊണ്ട് ഇടയ്ക്കൂടെ നുഴഞ്ഞ് കയറിപ്പോയി 8:30 മുന്നേ ഞങ്ങൾ വീട്ടിൽ വന്നു. കാര്യം ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, ഇല്ലാത്തൊന്നും അല്ല കേട്ടോ. JCI പ്രവർത്തനങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ. കാരണം ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും ഒരു കാര്യത്തിലോട്ട് മുന്നോട്ട് ഇറങ്ങി കഴിയുമ്പോൾ നമുക്കിട്ട് താങ്ങാനേ ആൾക്കാർ കാണുള്ളൂ, നമ്മളെ താങ്ങാൻ ആരും കാണത്തില്ല. ശരിയല്ലേ? ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങിയാലും നമ്മളെ പുറകോട്ട് വലിക്കാനേ ആൾക്കാർ കാണത്തുള്ളൂ, ആരും നമ്മളെ മുന്നോട്ട് തള്ളത്തില്ല.
ഒരിക്കൽ കൂടി ഇങ്ങനെ ഒരു അവാർഡിന് അർഹയാകാൻ ഒരുപാട് നന്ദി. താങ്ക് യു.